ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മക്കളെ, റാഇന് തഫ്ഖീം, തർഖീഖ് എന്നീ രണ്ട് അവസ്ഥകളെ കുറിച്ച് നാം പഠിച്ചല്ലോ. മാഷാ അല്ലാഹ്. റാഇന് തഫ്ഖീം ചെയ്യേണ്ട എത്ര സന്ദർഭങ്ങളുണ്ട്? 5 നമ്മൾ പഠിച്ചില്ലേ? തർഖീഖ് ചെയ്യേണ്ട സന്ദർഭങ്ങളോ? 4. റാഇന് എപ്പോഴും തഫ്ഖീം ചെയ്യേണ്ട ചില അക്ഷരങ്ങളുണ്ട്. അത് ഏതിന്റെ അക്ഷരങ്ങളാണ്? അതെ, ഇസ്തിഅലാഇന്റെ ഹർഫുകളെ എന്ത് ചെയ്യണം? എപ്പോഴും എല്ലാ സമയത്തും എന്ത് ചെയ്യണം? അതെ, തഫ്ഖീം ചെയ്യണം. ആ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖുസ്സ, ഖാ, സ്വാദ്, ളാദ്, ഐന്, ഖാഫ്, ഖാഫ്, ളാ. അല്ലേ? ബോർഡ് എഴുതിയാലോ? ഖാ, സ്വാദ്, ളാദ്, ഐൻ, ഏതാണ്? അല്ലേ? സ്വാദ്, ളാദ്, ഐൻ, ഈ അക്ഷരങ്ങൾ എപ്പോഴും തഫ്ഖീം ചെയ്യണം. അല്ലെ? തഫ്ഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, വായ നിറയും വിധം അക്ഷരങ്ങളെ, ഹർഫിനെ തടിപ്പിച്ചുച്ചരിക്കുന്നതിന് തഫ്ഖീം എന്ന് പറയൂലേ? തഫ്ഖീം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നാവിന്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ട് തഫ്ഖീം ഉണ്ടാവും അല്ലേ? പക്ഷെ ഇതില് ചില അക്ഷരങ്ങൾ പറയുമ്പോ നാവിന്റെ മദ്യം കൂടി ഉയരണം അല്ലേ? ഏതൊക്കെ? സ്വാദ്, വാദ്, അതൊക്കെ നമുക്കറിയാം അല്ലെ? ആ അക്ഷരങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ തഫ്ഖീം ചെയ്യണം. ഈ അക്ഷരങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് അവസ്ഥ ഉണ്ട്? വായിലൊരു കനം നിറയുന്നില്ലേ? എന്നാൽ തർഖീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? തർഖീഖ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ നേർപ്പിച്ചുച്ചരിക്കുന്നതിന് തർഖീഖ് എന്ന് പറയും. നാവിന്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ട് എന്തുണ്ടാവും? തഫ്ഖീം ഉണ്ടാവും. താഴുന്നത് കൊണ്ടോ? അതെ, പൊങ്ങുന്നത് കൊണ്ട് തഫ്ഖീമും താഴുന്നത് കൊണ്ട് തർഖീഖും ഉണ്ടാകും. റാഇന് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് റാഇന്റെ അവസ്ഥകളാണ് അല്ലെ? റാഇന് തഫ്ഖീമായ അവസ്ഥകളുണ്ട്, തർഖീഖായ അവസ്ഥകളുണ്ട്. തഫ്ഖീമായ അവസ്ഥകൾ എത്ര ഉണ്ട്? അതെ, 5 സന്ദർഭങ്ങളിൽ തഫ്ഖീം ചെയ്യണം. എത്ര സന്ദർഭങ്ങളിൽ തർഖീഖ് ചെയ്യണം? നമ്മൾ പഠിച്ചതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞു പോയാലോ? എല്ലാവരും കിതാബിലെ 3-ാമത്തെ പാഠം എടുക്കി. എന്നിട്ട് നോക്കൂ, റാഇനെ തർഖീഖാക്കുന്ന സ്ഥലങ്ങൾ ഒറ്റ നോട്ടത്തിൽ. ഒന്നാമതായി പറയുന്നു, റാഇന്റെ ഹർക്കത്ത് കസ്റാവുക. റാഇന്റെ ഹർക്കത്ത് കസ്റാവുക. വളരെ സിമ്പിളായി നമുക്ക് പറയാം. റാഇനെ കസ്റ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? റി എന്ന് പറയാൻ പറ്റുമോ? ഫരിഹ. ഉദാഹരണം ഉണ്ട് അല്ലേ? ഫരിഹ, റിജാലുൻ, മിൻ ശർരി മാ ഖലഖ. അവിടെ ഫറിഹ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. റാഇന് ഹറക്കത്ത് കസ്റാണോ? അവിടെ റി എന്ന് പറയാൻ പറ്റൂല. അറബിയിൽ റി എന്നൊരു വാക്കില്ല. ഉണ്ടോ? അക്ഷരം ഉണ്ടോ? റി എന്ന അക്ഷരം ഉണ്ടോ? റി എന്ന ഉച്ചാരണം ഉണ്ടോ? റി എന്ന ഉച്ചാരണം അറബിയില്ല. രി, ഫരിഹ, ഫരിഹ,
റിജാലുൻ മിൻ ശർരി മാ ഖലഖ്. വളരെ സിമ്പിൾ. റാഇന്റെ ഹർക്കത്ത് കസ്റാവുക. ഇനി അടുത്തത് നോക്കൂ. റാഇന്റെ ഹർക്കത്ത് എന്താണ്? സുക്കൂനാണ് അല്ലേ? റാഇന്റെ ഹർക്കത്ത് സുക്കൂനാണ്. തൊട്ട മുമ്പുള്ളത് കസ്റായി. തൊട്ട മുമ്പുള്ളത് കസ്റായി. ഇവിടെ ഉദാഹരണം പറയുന്നുണ്ട്. ഫസ്ബി. എന്ത്? ഫസ്ബി. ഫസ്ബി. ഫിർഔൻ. ഫദക്കി. ഫദക്കി. മുദക്കിർ. മുദക്കിർ. നോക്കൂ, നമ്മൾ ഫിർഔൻ എന്ന് പറഞ്ഞപ്പോ ഫി റാഇന് കസ്റ സുക്കൂനാണോ? തൊട്ട മുമ്പുള്ളത് എന്താണ്? കസ്റ. എന്നാൽ ആ സുക്കൂനുള്ള റാഇന് ശേഷം ഇസ്തിലാന്റെ ഹർഫ് ഉണ്ടോ? ഇസ്തിലാന്റെ ഹർഫ് ഉണ്ടെങ്കിൽ എന്താവും? തഫ്ഖീമാകും. ഫിർ എന്ന് പറയേണ്ടി വരും. ഇവിടെ ഇസ്തിലാന്റെ അക്ഷരമല്ല റാഇന് ശേഷമുള്ളത്. അപ്പം റാ സുക്കൂനും മുമ്പുള്ളത് കസ്റാവുകയും ശേഷം ഇസ്തിലാന്റെ ഈ അക്ഷരങ്ങൾ വരാതിരിക്കുകയും ചെയ്യണം. ഇവിടെ നോക്കൂ. ഫദക്കിർ. ഫദക്കിർ ഇന്നമാ. ഫദക്കിർ എന്ന് പറയുമ്പോ റാഇന് സുക്കൂനല്ലേ? റാഇന് സുക്കൂനല്ലേ? മുമ്പുള്ളത് കസറല്ലേ? റാഇന് ശേഷം ഏതാണ് അക്ഷരം? ഹംസയല്ലേ? ഇതിൽപ്പെട്ട അക്ഷരമാണോ? അതുകൊണ്ട് തെർത്തീഖ് ചെയ്യണം. ഫസ്ബിത് ബിഹി. ഫസ്ബിത് ബിഹി എന്ന് പറയുമ്പോ ആ റാഇന് ശേഷം എന്താണ്? ബാ അല്ലേ? ഇതിൽപ്പെട്ട അക്ഷരമാണോ? അപ്പോഴും തർക്കീഖ് ചെയ്യണ്ടേ? അപ്പം റാഇന് വളരെ സിമ്പിളായി പറഞ്ഞാൽ റാഇന് സുക്കൂനും മുമ്പുള്ളത് കസറാണോ? എന്നാൽ തർക്കീഖ് ചെയ്യണം. ശേഷത്തിലേക്ക് ഒന്ന് നോക്കണം. ശേഷം ഈ പറഞ്ഞ അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തർക്കീഖ് ചെയ്യാം. അപ്പം ഒന്നാമത്തെ ഖായിദ റാഇന് കസറായിരിക്കുക. റാഇന് ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു അല്ലേ? രണ്ടാമത്തെ ഖായിദ റാഇന് സുക്കൂനാവുകയും മുമ്പുള്ളത് കസറാവുകയും ശേഷം ഇസ്തിഅലാന്റെ ഹർഫ് വരാതിരിക്കുകയും ചെയ്യാം. ചിലപ്പോൾ റാഇന് സുക്കൂൻ എങ്ങനെ വരിക? അപ്പൊ നമ്മൾ നിർത്തുമ്പോ ആയിരിക്കും സുക്കൂൻ ഉണ്ടാവുക. ഖുർആനിൽ ചിലപ്പോൾ ഉണ്ടാവും, ലൊമ്മ ഉണ്ടാവാം, ഫത്ഹ ഉണ്ടാവാം, കസർ ഉണ്ടാവാം. നിർത്തുമ്പോൾ എന്നായിരിക്കും വന്നൊക്കെ. അപ്പൊ അതിന് മുമ്പും ശേഷം നോക്കിയിട്ട് എന്ത് ചെയ്യണം? തർഖീഖോ തഫ്ഖീമോ ചെയ്യേണ്ടി വരും. ഇനി നോക്കൂ, സാക്കിനായ റാഇന് മുമ്പുള്ള സാക്കിനായ റാഇന് മുമ്പ് സുക്കൂനുള്ള യാ ഉണ്ടായിരിക്കുക. സാക്കിനായ റാഇന് മുമ്പ് യാ ഉണ്ടായി. വളരെ സിമ്പിളായി ഇവിടെ പറയുന്നുണ്ട്. മസീദ്. മസീദ്. റാഇ മസീറു എന്നല്ല ശരിക്കല്ലേ? അൽ മസീറു എന്നാണല്ലോ ഇതിലെ. അൽ മസീറു. പക്ഷെ നിർത്തുമ്പോൾ അൽ മസീദ്. റാഇ സുക്കൂന് മുമ്പുള്ളത് നീട്ടാനുള്ള യാ ആണെങ്കിലും ഇതിൽ ഉൾപ്പെടുത്തണം. ഓക്കെ? അപ്പൊ എന്താണ്? തർക്കീഖാണ്. ഇവിടെ നോക്കൂ. ഖൈർ. ശരിക്കും ഖൈറുൻ എന്നുള്ള കിതാബിലുള്ളത് ഖൈറുൻ എന്നല്ലേ? നിർത്തുമ്പോൾ എന്താ? നമ്മൾ സുക്കൂനുമ്പോഴല്ലേ നിർത്തുന്നത്? ഖൈർ. റാവ് സുക്കൂനാണോ? റാവ് സുക്കൂനാണോ? തൊട്ട മുമ്പുള്ളത് സുക്കൂനുള്ള യാ ആണോ? സുക്കൂനുള്ള യാ ആണോ? എന്നാ പിന്നെ അതിന്റെ മുമ്പൊക്കെ അതിന് ശേഷമുള്ളതൊന്നും നോക്കണ്ട കേട്ടോ. റാവ് സുക്കൂനും തൊട്ട മുമ്പുള്ളത് സുക്കൂനുള്ള യാവാണെങ്കിൽ മുമ്പൊക്കെ ശേഷമൊക്കെ നോക്കണോ? വേണ്ട, ആവശ്യമില്ല. ഓക്കെ. ഇനി നോക്കൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഇനി ഒന്ന് നോക്കൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഖൈറുൻ എന്നാണല്ലോ. റാ നമ്മൾ നിർത്തുമ്പോൾ ഖൈർ എന്ന് നിർത്തിയത് കൊണ്ട് റാ സുക്കൂനും മുമ്പെന്തായി? യാഇന് സുക്കൂനും വന്നു അല്ലേ? റാ സുക്കൂനും മുമ്പുള്ളത് സുക്കൂനുള്ള യാ ആയത് കൊണ്ട് എന്തായി? തർക്കീഖായി. വേറെ ഒന്നും നോക്കണ്ടല്ലോ. എന്നാൽ
റാ സുക്കൂൻ മുമ്പുള്ളത് സുക്കൂനല്ല, സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരമായാലോ? നോക്കൂ, ഹിജ്റുൻ. ഹിജ്റുൻ എന്ന് പറയാൻ പറ്റില്ല. ഹിജ്റുൻ, ഹിജ്റുൻ. ജീം എന്തിന്റെ അക്ഷരാണ്? എന്തിന്റെ അക്ഷരാണ്? മറന്നോ? കൽക്കലത്തിന്റെ അക്ഷരമാണ് ഏത്? ജീം. അപ്പൊ ഒന്ന് മുഴങ്ങി കേൾക്കണം അല്ലെ? ഹിജ് എന്ന് പറഞ്ഞു പോയ പോലെ ഹിജിർ. ഇവിടെ നോക്കൂ, ഇവിടെ റാ സുക്കൂനും മുമ്പുള്ളത് സുക്കൂനുള്ള യാ ആയത് കൊണ്ടല്ലേ തർക്കേക്കായത്. എന്നാൽ ഇവിടെ റാ സുക്കൂനല്ലേ? ഖൈർ എന്ന് പറയുമ്പോൾ നിർത്തുമ്പോ സുക്കൂനില്ലേ? തൊട്ട് മുമ്പുള്ളത് യാ, സുക്കൂനുള്ള യാ ആണോ? സുക്കൂനുള്ള വേറെ അക്ഷരമാണ് അല്ലേ? ജീമാണ്. അപ്പൊ എന്താ ചെയ്യാ? തൊട്ട മുമ്പ് കിടക്കുക. തൊട്ട മുമ്പ് കസറാണെങ്കിൽ ഹിജിർ, ഹിജിർ. റാ സുക്കൂനാണ്, മുമ്പുള്ളത് യാ അല്ലാത്ത സുക്കൂനായ അക്ഷരാണ്. യാ അല്ലാത്ത സുക്കൂനായ അക്ഷരാണെങ്കിൽ തൊട്ട മുമ്പ് കൂടി നോക്കണം. ഇവിടെ റാ സുക്കൂനും മുമ്പുള്ളത് തൊട്ട മുമ്പുള്ളത് സുക്കൂനുള്ള യാ ആണെങ്കിൽ അതിന് മുമ്പ് നോക്കണം. അതിന് മുമ്പ് നോക്കണം. അപ്പൊ റാ സുക്കൂനും തൊട്ട മുമ്പുള്ളത് സുക്കൂനുള്ള യാ ആണെങ്കിൽ മുമ്പൊക്കെ നോക്കണ്ട. എന്നാൽ റാ സുക്കൂനും തൊട്ട് മുമ്പുള്ളത് യാ അല്ലാത്ത സുക്കൂനുള്ള യാ അല്ല അക്ഷരമല്ല, വേറെ അക്ഷരമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പുള്ളതിലേക്ക് എന്ത് ചെയ്യണം? നോക്കണം. തൊട്ട് മുമ്പുള്ളത് കസറാണെങ്കിൽ ഹിജിർ, ഹിജിർ. ഇനി ഇവിടെ ഇങ്ങനെയാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് വരും. ഹജിർ, ഹജിർ. ഇവിടെയോ ഹുജിർ, ഹുജിർ. അവിടെ മാറോ? അവിടെ തസ്ലീമാവേണ്ടി വരും. ഇനി ഇവിടെ കസറാക്കിയാൽ ഹിജിർ, ഹിജിർ, ഹിജിർ. ഇനി നോക്കൂ, ഇവിടെ ലൊമ്മാക്കി നോക്കാം. ഇല്ല, അങ്ങനത്തെ പദമല്ല. ഉണ്ടെങ്കിലോ തഫ്ഹീമാവോ? തഫ്ഹീമാവൂലല്ലോ. ഇവിടെ ഞാൻ ഏതൊക്കെ ഹർക്കത്തുണ്ടോ, ഏതൊക്കെ ഹർക്കത്തുണ്ട് ലോകത്ത്? ഫതഹ, ലൊമ്മ, കസറ, ഇവയല്ലാത്ത അക്ഷര ഹർക്കത്തുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഏതൊരു ഹർക്കത്ത് വന്നാലും തർക്കിക്കാൻ ചെയ്യാം. കാരണം എന്താ? തൊട്ട് മുമ്പുള്ളത് സുക്കൂനുള്ള യാ ആണ്. സുക്കൂനുള്ള യാ സാക്കിനായ റാഇന് മുമ്പ് സാക്കിനായ യാ വന്നാൽ എന്തായി? തർക്കീഖായി. എന്നാൽ സാക്കിനായ റാഇന് മുമ്പ് വേറെ ഏതോ ഒരു സുക്കൂനുള്ള അക്ഷരം വന്നില്ലേ? ഒരുപാട് അക്ഷരങ്ങളല്ലേ? എത്ര അക്ഷരമുണ്ട്? 1000 എത്ര അക്ഷരമുണ്ട്? അറബിയിൽ എത്ര അക്ഷരമുണ്ട്? ലാം അലിഫ് കൂട്ടാതെ 28 അക്ഷരമുണ്ട്. അപ്പം സുക്കൂനും മുമ്പുള്ളത് ഏതോ ഒരു അക്ഷരമാണ് അല്ലേ? സുക്കൂനില്ലാത്ത യാ അല്ലാത്ത വേറെ ഏതൊരു അക്ഷരം ആയാൽ തൊട്ട് മുമ്പുള്ള കസറാണെങ്കിൽ എന്തായി? തർത്തീഖായി. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ റാഇന്റെ ഹർക്കത്ത് കസറായിരിക്കുക. രണ്ടാമത് പറഞ്ഞു റാ സുക്കൂനാണ്, മുമ്പുള്ളത് കസറാവുകയും ശേഷം ഇസ്തിഅലാന്റെ ഹർഫ് വരാതിരിക്കുകയും ചെയ്യലേ. ഇസ്തിഅലാന്റെ ഹർഫ് ഏതൊക്കെ അറിയില്ലേ? അത് വരാതിരിക്കുകയും ചെയ്യാം. മൂന്നാമത് പറഞ്ഞു റാ സുക്കൂനും മുമ്പുള്ളത് സുക്കൂനുള്ള യാ ആയിരിക്കുക. നാലാമത് പറഞ്ഞു റാ സുക്കൂനും മുമ്പുള്ളത് യാ അല്ലാത്ത സുക്കൂനായ അക്ഷരവും തൊട്ട് മുമ്പ് കസറയുമാവുക. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഒന്നുകൂടെ ചോദിക്കുന്നു, തഫ്ഹീമിന്റെ ഖായിദകൾ തർത്തീഖിന് എത്ര ഖായിദകളുണ്ട്? 4 അല്ലേ? അത് പഠിക്കൂലേ? മനസ്സിലായതല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാവ് ഉയരുന്നത് കൊണ്ട് തഫ്ഹീമും താഴുന്നത് കൊണ്ട് എന്തുണ്ടാവും? തഫ്ഹീം പറയുമ്പോ ഹ, ഹ, സ്വ, ലോ, ത്വ. മനസ്സിലായോ? മറ്റേ നമ്മള് അ, ബ, ത, സ അങ്ങനെയൊക്കെ പറയുമ്പോ